placed a super bonfire. സോ ഗൈസ് എൻ്റെ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഹാക്കർ വരുന്നത്. നിങ്ങളുടെ കളിയിൽ ഹാക്കർ വന്നതെന്ന് പറയാം. ഹാക്കറിൻ്റെ കളിയാണ് ഉറക്കി കഴിയുന്നുണ്ടായിരുന്നു. ഫസ്റ്റൊക്കെയാണ് ആളുടെ പേര്. സോ ശരി മറ്റേ സാധനം എന്നാ പിടിക്കും. അതിനെ കാണിച്ചാലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊക്കെ പേടിക്കും കേസ്. അത്രയും പേടിച്ച് നമ്മൾ ചാവണ ഗെയിമായിരുന്നു. സോ M10 എടുത്തിട്ടുണ്ടായിരുന്നു. സോ കളിയിൽ ഹാക്കർ വന്നത് ഹാക്കർ ഉണ്ടെന്ന് മനസ്സിലായത് സമയത്ത് ഈ പ്രോ പ്ലെയറാണ്. എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അക്കൗണ്ട് അടക്കം റയർ ഐ ഡി ആണ്. എല്ലാ ബാനർ അടക്കം സൂപ്പറാണ്. പിന്നെ സുക്കുന്നയുടെ ബണ്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവന് ഇത്ര വയ്യാത്ത മറ്റേ ഹാക്കറൊക്കെ ഉണ്ടാവില്ലേ, അവരുടെ പോലെ കളിക്കാൻ വേണ്ടി നോക്കണം. സോ ഹാക്കറിനെ ഫസ്റ്റ് തന്നെ അവിടെ മച്ചുകൊണ്ട് അടിച്ചിട്ടുണ്ട്. സോ കാണാൻ എന്താ ഉണ്ടായത്. കുറേ പേര് സോ ഹാക്കർ അവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഹാക്കർ രണ്ടുപേരും നോക്കാതിരുന്നേ മാത്രമേ ഓർമ്മയുണ്ടായിരുന്നുള്ളൂ. ഞാനൊന്നും ഓർമ്മയുണ്ടായിരുന്നില്ല. ഞാനിവിടെ വന്നിരുന്നു, പക്ഷെ ആരും കണ്ടില്ല. താഴത്തുണ്ടെങ്കിൽ മനസ്സിലാവും അവിടെ ഉണ്ട്. അതിൻ്റെ മുകളിൽ റൂഫിൽ ഒരാളിരിക്കുന്നു. സോ ഹാക്കർ എവിടെയാണെന്ന് എനിക്കറിയില്ല. ഹാക്കർ അതാണെന്ന് തോന്നുന്നു. ഹാക്കർ നോക്കായി അല്ല എലിമിനേറ്റ് ആയി പോയിട്ട് വൺ ടാപ്പ് എടുത്തിട്ട് അവന്മാരെ ഉറച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ബോഡി ഷോട്ട് കൊടുക്കാൻ കൊന്നുണ്ടായിരുന്നു. കളിയിൽ തോക്കും ചെയ്തു കേസ്. സോ നിങ്ങളൊക്കെ ഇങ്ങനത്തെ ഹാക്കേഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മാത്രം മതി കേസ്. കുറച്ച് മിനിറ്റിൻ്റെ ഒരു വീഡിയോ ആണ്, ഒരു കൊച്ചു വീഡിയോ ആണ് നിങ്ങൾക്ക് കാണാൻ. അതിൻ്റെ ഒപ്പം ഹാക്ക് യൂസ് ചെയ്യുന്നുണ്ട്. എനിക്കറിയില്ല. കളിയിൽ പോയി തിരിച്ചു വന്നത് മാത്രമേ ഓർമ്മയുള്ളൂ. ഒരു കളി ഞങ്ങളുടെ അടുത്തുണ്ടായിരുന്നു, അത് ഈ കളി വരുന്നു. ഞാൻ ഫസ്റ്റ് കളി നോക്കാം. ഞാൻ ഹാക്കർ തന്നെ അടിച്ചു ഉറക്കി. നമ്മുടെ എൻ്റെ ഒപ്പം നിൽക്കണ മച്ചാനായിരുന്നു അത്. M1M എന്ന് പറയുന്ന ആള്. അവനായിരുന്നു ഫസ്റ്റ് തന്നെ പോയിട്ട് എന്നെ ഹാക്കർ നോക്കായി. അവൻ വന്നിട്ട് അവനെ കൊല്ലായിരുന്നു. അവൻ്റെ കൊണ്ട് അവൻ അവനെ ആ പില്ലൊന്ന് ഫിനിഷ് ചെയ്തു. ആ ഒരു ഹാക്കറും പെട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് കോഴിയൊക്കെയാണ് മനസ്സിലായത്. ഈ ഹാക്കറിൻ്റെ കളി എനിക്ക് മനസ്സിലായി. സൂക്ഷിച്ച് കളിക്കണം വിചാരിച്ചു. നമ്മുടെ വീട്ടിൽ കുറേ സാധനമൊക്കെ വീട്ടിലാണ് കഴിഞ്ഞു പോയി. കമന്റ് ഇടാ, ജസ്റ്റ് ഒന്ന് കമന്റ് ഇട്ടാൽ മതി. ഞാൻ നിർബന്ധിക്കുന്നില്ല സബ്സ്ക്രൈബ് ചെയ്യാൻ. നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. അല്ലാതെങ്കിൽ നിങ്ങൾക്ക് നല്ല സബ്സ്ക്രൈബേഴ്സുമാണ്, കാണാൻ ചെയ്യുമില്ല. അതും പിന്നെ പബ്ലിക്കും എല്ലാവരും കാണുന്നുണ്ട്. അവരൊക്കെ കാണുന്നവർ ഫുള്ളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. നമ്മുടെ റോഡ് ടു
ഇപ്പോൾ നമുക്ക് 9 സബ്സ്ക്രൈബേഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതൊന്ന് പറ്റുമെങ്കിൽ കൂട്ടി തരാൻ പറ്റുമെങ്കിൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ മാക്സിമം ആൾക്കാരുടെക്കാളും കൂടുതൽ ആൾക്കാർക്ക് കൂടുതൽ കൊടുക്കാനും നോക്കുക. ഹാക്കർ ദൈവമൊന്നും എനിക്കിത് അപ്പം തന്നെ ഡാം കിട്ടി, ഞാൻ മെഡിയേറ്റ് അടിച്ചു. എല്ലാവർക്കും നല്ലപോലെ ഡാം കിട്ടി. ഹാക്കറിന് ഒരു 20 മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. പുറകിൽ കൂടെ വന്ന് ഞാൻ കണ്ടില്ല, പിന്നെയാണ് മനസ്സിലായത് വേറൊരു ഹാക്കർ കൂടി ഉണ്ടായിരുന്നു. പുറകിലും ഉണ്ടായിരുന്നു, അത് കണ്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതാണ് ഹാക്കർ. നോക്കുക $500 അടിക്കുന്നതാണ്ട. നോക്ക്, നിങ്ങൾക്ക് ആർക്കെങ്കിലും തയ്യത് തോന്നുകയാണെങ്കിൽ ഇവൻ്റെ ഞാൻ ഇപ്പം ഐ ഡി തന്നെ വിളിക്കാറുണ്ട്. ഇതാക്കണമെന്നുണ്ട്. സോ ഇന്നത്തുള്ള കളിയിലാണ് ഞാൻ P9 എടുത്തത്. P9 എടുത്തതോ P9 ഗ്ലൂവാൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഗ്ലൂവാളൊക്കെ മേടിച്ച് പിന്നെ അതെല്ലാം ഹാക്കറുള്ള സമയമാണ് തീർക്കണം. പെട്ടെന്ന് തന്നെ കളി വെയിലെടുക്കാൻ ചെയ്യുന്നു. സോ ഇത് റാങ്കഡ് മാച്ച് അല്ല, അതുകൊണ്ട് പേടിക്കണ്ട. ഇത് ഇടയ്ക്കിടയ്ക്ക് വെയിൽ കിട്ടുന്നത് നിങ്ങളൊക്കെ ഇപ്പം കണ്ടോ. എനിക്കിപ്പോൾ അടി കിട്ടും. എന്നിട്ട് ഹാക്കറിനെ നോക്ക് അടിക്കേണ്ടതാണ്. നിങ്ങൾ ലൈക്ക് അടിക്കും, ഓക്കെ. ഹാക്കർ നോക്ക് പോടാ. ഹാക്കറിനെ കളി കഴിഞ്ഞു. സോ എന്നാൽ അടുത്ത വീഡിയോയിൽ കാണാം.